നമ്മളൊരു പരാതി രാജാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് കൃത്യമായ പരിഹാരം പ്രജയ്ക്ക് കിട്ടിയില്ലെങ്കിൽ രാജാവിനെതിരെ പരാതി കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു പ്രാകൃത ജനാധിപത്യം ഇവിടെ നിലനിന്നിരുന്നു. അതിനെ സംബന്ധിച്ച ഒരു രേഖ ഇതാണ്. കന്യാകുമാരി ജില്ലയിൽപ്പെട്ട പുലിയൂർകുറിച്ചി എന്ന സ്ഥലത്ത് കുറേ മുക്കുവർ, കടപ്പുറത്തുള്ള മുക്കുവർ ഒന്നടങ്കം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. അവരവിടെ ഒരു പള്ളിയൊക്കെ കെട്ടി ആരാധന നടന്നു വരവേ, ഇത് 16-ാം നൂറ്റാണ്ടിലെ സംഭവമാണ് ഈ പറയുന്നത്. നടന്നു വരവേ അവിടുത്തെ ഓർത്തഡോക്സുകളായ ഹിന്ദുക്കളൊക്കെ കൂടി ഈ പള്ളിയെയും അവിടെ അവരുടെ കുടിലുകളെയും കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഇവർ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് കാരണക്കാരൻ നമ്മുടെ സെൻറ്റ് സേവ്യറാണ്. വിശുദ്ധ സേവ്യർ വന്ന് കടപ്പുറത്തുള്ളവരെ മുഴുവൻ, കൊച്ചു മുതൽ ഏതാണ്ട് കന്യാകുമാരി വരെയുള്ള കടപ്പുറത്തുള്ള മുഴുവൻ ഏറെക്കുറെ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട ആളുകളാണ് പുലിയൂർകുറിച്ചി അഥവാ രാജാക്കമംഗലം എന്നും അറിയപ്പെടുന്ന ആ സ്ഥലത്തുള്ള മുക്കുവർ. ഇവർ പടലയോടുകൂടി ക്രിസ്തു മതത്തിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ ഓർത്തഡോക്സുകളായ ഹിന്ദുക്കൾ ചെന്ന് ഇത് മുഴുവൻ കത്തിച്ചു. ഉടൻ തന്നെ ആ പള്ളിയുടെ അധികാരിയായ ഹരിചന്ദ്ര പാതിരി, നമ്മൾ ശ്രദ്ധിക്കണം, അന്ന് പേര് പോലും ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെ പേരെന്ന് പറഞ്ഞ് വകതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ഐക്യമൊന്നും നിലനിന്നിരുന്നു. ഹരിചന്ദ്ര പാതിരി എന്ന് പറയുന്ന പള്ളിയിലെ അച്ഛൻ അവിടുത്തെ സാധാരണക്കാരായ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് നേരെ കൊട്ടാരത്തിലേക്ക് വന്നു. അന്ന് തിരുവിതാംകൂറിലെ കൊട്ടാരം എന്ന് പറയുന്നത് ഇന്ന് പത്മനാഭപുരത്താണ്, തക്കലയാണ്. അവിടെ ചെന്നു, രാജാവിനെ കണ്ടു. ഉദയമാർത്താണ്ഡവർമ്മയാണ് അന്നത്തെ രാജാവ്. അദ്ദേഹത്തിനെ കണ്ട് പരാതി പറഞ്ഞു. പക്ഷേ രാജാവിനൊരു പേടി. കാര്യം ഇവിടുത്തെ സവർണ ഹിന്ദു സമൂഹത്തിനെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ തനിക്കെതിരെ ആരോപണം വരുമോ എന്നുള്ള പേടി കൊണ്ട് രാജാവ് ഈ പരാതി ശ്രദ്ധിക്കാതെ പോയി. ഉടൻ തന്നെ അവിടുന്ന് ഹരിചന്ദ്ര പാതിരിയുടെ നേതൃത്വത്തിൽ ഈ അവശരായ അല്ലെങ്കിൽ ഈ വീടും കുടിയുമൊക്കെ നഷ്ടപ്പെട്ട മുക്കുവർ നേരെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലെത്തി അവിടെ ഉതിരക്കൂറ കെട്ടി. ഉതിരക്കൂറ എന്ന് പറയുന്നത് രുധിരക്കൂറ, അതായത് ചുവന്ന പട്ട്. അന്ന് അങ്ങനെയാണല്ലോ, സാധാരണ അക്ഷരം കൊണ്ട് എഴുത്തും വായനയും ഒക്കെ അപൂർവമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു പരാതി ഒരു ക്ഷേത്രത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറേ നടയിൽ വന്ന് ഒരു ചുവല പട്ട് കെട്ടിയാൽ മതി.